നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ HP H150 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് TWS അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ്. വയർലെസ് ഇയർബഡ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് ടച്ച് ഇൻസ്റ്റൻറ്റ് പെയറിംഗ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് സംഭവം. കാണാൻ വളരെ ക്യൂട്ടാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഊരിയെടുക്കാൻ കുറച്ച് പാടാണെന്ന് മാത്രം. ഇത് ഊരിയെടുക്കാനായിട്ട് കുറച്ച് എർഗണോമിക്കലി വലിയ സൗണ്ട് ഷേപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പാടുണ്ട് ഊരിയെടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2499 രൂപയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇത് HP ഒറിജിനലാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എങ്ങനെയാണ് ഇത്രയും വിലക്കുറവിന് ഇത് കിട്ടിയതെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. ഇതെനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ വെറും 500 രൂപ താഴെയാണ്. അത് 480 രൂപയ്ക്കാണ് ഈ സംഭവം കിട്ടിയത്. നിങ്ങൾ ആലോചിച്ചോ, HP ഒരു സംഭവം എനിക്ക് തോന്നുന്നൊരു മൗസ് പോലും 500 രൂപയ്ക്ക് താഴെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ സമയത്താണ് 500 രൂപയ്ക്ക് HP ഒരു TWS കിട്ടിയത് വിത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂട്രലായിട്ടുള്ള വർക്കാണ്. വലിയൊരു ബാസും ഇല്ല, ട്രിബിളും ഇല്ല, എങ്കിൽ ഒരു ന്യൂട്രലായിട്ടുള്ള വർക്കാണ്. ഒരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം പ്രീമിയം ബിൽഡാണ്. 450 രൂപയ്ക്ക് എന്തായാലും ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വേറൊരു സംഭവം കിട്ടുമെന്ന് തോന്നുന്നില്ല വേറൊരു ബ്രാൻഡിന്. പ്ലസ് ഇതൊരു HP ആണ്. ഇതിൻ്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ 2 ഇയർബഡ്സും കൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ 2 ഇയർബഡ്സ് ഊരിയെടുക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഊരിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഇയർബഡ്സ് ചെവിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു 3 ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2 ടൈപ്പ് മോഡുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ എന്ന് പറയും. പിന്നെ രണ്ടാമത്തേതാണ് ട്രാൻസ്പെറൻറ്റ് മോഡ്. അതും ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. എങ്കിലും ഒരു പരിധി വരെ ഈ വിലയ്ക്കുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതൊരു പറയാതിരിക്കാൻ വേണം. പിന്നെ IPX3 ആണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ലോക്കൽ ഇയർബഡ്സിന് പോലും IPX5 വരുന്നുണ്ട്. ഇത് IPX3 ഉള്ളൂ. സ്വെറ്റ് റെസിസ്റ്റൻറ്റ് ആ റേഞ്ചിലുള്ള സർട്ടിഫിക്കേഷനേ ഉള്ളൂ. അതുകൊണ്ട് ജിമ്മിലൊക്കെ കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ ചെയ്യണം. സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ന്യൂട്രലായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. നമ്മുടെ ഒരു ഇൻഫിനിറ്റിയുടെ ഒക്കെ ഒരു വില കുറഞ്ഞൊരു ഇയർബഡ്സ് ഇല്ലേ, ഒരു 1000 രൂപ 1200 രൂപയുടെയൊക്കെ നെക്ക് ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടി ട്രെബിളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ബാസ് വലിയ രീതി ബാസ് ഇല്ലെങ്കിൽ ഒരു എത്ര നേരം കേട്ടാലും ചെവിക്ക് പ്രശ്നമൊന്നും നമുക്ക് ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയാണുള്ളത്. ന്യൂട്രൽ സൗണ്ട് ക്വാളിറ്റി. സംഭവം എന്തായാലും കൊള്ളാം. എങ്ങനെയുണ്ട് സാധനം? 500 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് HP H150. 4500 രൂപയുടെ സാധനം 500 രൂപയ്ക്ക്, അതും വിത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. സൂപ്പർ.